അമ്മൽ ഉലൂമു അപ്പോൾ വിജ്ഞാനങ്ങൾ ഇൽമുകൾ അല്ലത്തി എങ്ങനത്തെ ഇൽമുകള് ലാ യുഹ്മദു മിൻഹ ആ ഇൽമുകളിൽ നിന്ന് പുകഴ്ത്തപ്പെടുകയില്ല ഇല്ലാ മിഖ്ദാറും മഖ്സൂസുൻ ഒരു പ്രത്യേക കണക്കാക്കപ്പെട്ട എത്രയാണോ അത് മാത്രമേ അതിൽ വാഴ്ത്തപ്പെടുകയുള്ളൂ. ഫുള്ള് വാഴ്ത്തപ്പെടുകയില്ല, പകുതിയില്ല. അത്യാവശ്യമായത് ഈ പ്രത്യേകമായെന്ന് പറയുമ്പോൾ ആവശ്യമുള്ളത് മാത്രം അതേ വാഴ്ത്തപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ളതുണ്ട്. ഫഹിയ അപ്പോൾ ആ ഉലൂമുകൾ അല്ലുലൂമു അത് ഉലൂമുകളാണ്. അല്ലത്തി എങ്ങനത്തെ ഉലൂമുകള് ഔറദിനഹ അവകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? ഫി ഫുറൂദിൽ കിഫായാത്തി സമൂഹ കടമകളും കടപ്പാടും എന്ന് പറയുന്ന ഫർദ് കിഫയിൽ ആ ഇൽമുകളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഇൽമുകളാണ് നമ്മൾ പ്രത്യേക കണക്കുകളും അനുസരിച്ച് വാഴ്ത്തപ്പെടുന്ന ഇൽമുകൾ. അപ്പോ ഇന്ന ഫീ കുല്ലി ഇൽമിൻ മിൻഹ അവകളിൽ പറഞ്ഞ എല്ലാ വിജ്ഞാനത്തിലും ഉണ്ട് ഇഖ്തിസാറൻ ആവശ്യത്തിനനുസരിച്ച് വാജിബായ കണക്കെത്രയാ അതിമ ചുരുക്കി പറഞ്ഞത് അതിലുണ്ട്. വഹുവൽ അഖല്ലു അതാണെങ്കിലോ വളരെ കുറവായിരിക്കും, തോനൊന്നുമില്ല. ഇഖ്തിസാദൻ അതുപോലെ തന്നെ ആ വിജ്ഞാനങ്ങളിൽ ഒരു മധ്യമായതുണ്ട്. വഹുവൽ വസ്തു അത് മധ്യമായെന്ന് പറയാം. അതാണ് ഇഖ്തിസാദിന്റെ ഉദ്ദേശം. പിന്നെ വസ്തുഖ്സാഅൻ ഒരു ഇഖ്തിസാ ഉണ്ട്. വറഅദാലിക്കൽ ഇഖ്തിസാദി അങ്ങേയറ്റത്ത് എന്നതിന്റെ ഉദ്ദേശം അതിന്റെ അപ്പുറത്ത് ലാ മറദ്ദ ലഹു ഇല ആഖിൽ ഉംർ അത് ലാസ്റ്റ് വയസ്സിലേക്ക് അതിനെന്താക്കപ്പെടുന്നില്ല, മടക്കപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒന്നാണ് ആ ഇഖ്തിസാഇന്റെ അപ്പുറത്തുള്ളത്. അങ്ങനത്തെ ഇഖ്തിസാഇയ ഇൽമ്, വസ്തിയായ ഇൽമ്, അഖല്ലിയായ ഇൽമ് ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഫക്കുൻ നീ അയക്കോ അഹദ റജുലൈനി രണ്ടിൽ ഒരാളയക്കോ. എങ്ങനെ രണ്ടിൽ ഒരാളാവല്? ഇമ്മാ മസ്ഊലൻ ബി നഫ്സിക ഒരു പക്ഷേ നിന്റെ സ്വന്തം നഫ്സ് കൊണ്ട് ജോലിയാക്കപ്പെട്ടവനാവുക. സ്വന്തം ശരീരത്തെ എന്തെല്ലാം അപകടത്തുനിന്നും ആപത്തുനിന്നും സംരക്ഷിച്ച് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെ, അതിന്റെ വിജയം എന്തൊക്കെ, അതുകൊണ്ട് ജോലിയാക്കപ്പെട്ടവനായിരിക്കും ഇതൊരാള്. വഇമ്മാ മുതഫർരിഅൻ ബിഗൈരിക ബഅദൽ ഫറാഇ മിൻ നഫ്സിക നിന്റെ സ്വന്തം ശരീരത്തിന്ന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഒഴിവായി കഴിഞ്ഞ ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുക. അയാൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ. ഇങ്ങനെ രണ്ടിലൊരു വ്യക്തി ഉണ്ടാവും. ഈ രണ്ട് വ്യക്തിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്ന് ജീവിച്ചോളാം. വഇയ്യാക അൻ തസ്തഗില ബിമാ യുസ്ലിഹു ഗൈറക ഖബല ഇസ്ലാഹി നഫ്സിക നിന്റെ സ്വന്തം ശരീരത്തെയോ മനസ്സിനെയോ ശുദ്ധീകരിച്ചെടുക്കുകയും നന്നാക്കിയെടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെ നന്നാക്കുന്നൊരു വിജ്ഞാനമുണ്ട്. അത്തരം കാര്യങ്ങളെ കൊണ്ട് നീ ജോലിയാവുക. ആ ജോലിയാവുന്ന കാര്യത്തെ നീ നല്ലോണം ശ്രദ്ധിച്ചോ പേടിച്ചോ എന്നാണ്. കാരണം സ്വന്തം നന്നാക്കാതെ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുക, അത് ശ്രദ്ധിക്കണം എന്നാണ്. ഫഇൻ കുന്തൽ മസ്ഊല ബി നഫ്സിക അപ്പോ ഇങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോൾ ഈ രണ്ട് വ്യക്തികൾ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കേണ്ട കാര്യവും പറഞ്ഞു. അപ്പൊ സ്വന്തം കാര്യങ്ങളെ കൊണ്ടും സ്വന്തം നഫ്സ് കൊണ്ടും ജോലിയാക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ വലാ തസ്തഗിൽ ഇല്ലാ ബിൽ ഇൽമില്ലദി ഹുവ ഫർളുൻ അലൈക നിന്റെ മേൽ ഫർളായി നിൽക്കുന്ന വിജ്ഞാനം ഏതാണോ അത് മാത്രം ജോലി ചെയ്താൽ മതി. അതിന്റെ അപ്പം നിനക്ക് വേണ്ട. ബി ഹസ്ബിമാ യഖ്തളീഹി ഹാലുക അത് തന്നെ നിന്റെ അവസ്ഥകൾ എങ്ങനെയൊക്കെ തേടുന്നു, നിന്റെ അവസ്ഥക്കനുസരിച്ചുകൊണ്ടുള്ള കാര്യമുണ്ട്. അത്രയും കണക്ക് വെച്ച് നിനക്ക് ഫർളായത് ഏതോ അത് മാത്രം കൊണ്ട് ജോലി ആയതാ മതി, വേറൊന്നും വേണ്ട. വമാ യതഅല്ലഖു മിൻഹു ബിൽ അഅമാലിൽ ലാഹിറത്തി അതുപോലെ തന്നെ പ്രത്യക്ഷമായ കർമ്മങ്ങളെ കൊണ്ട് അതിൽ നിന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊക്കെയുണ്ടോ അതും നിൽക്കുക. ഫർളായ ഇൽമാണ്. ആ ഫർളായ ഇൽമും തന്നെ നിന്റെ പ്രകടമായ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊക്കെയുണ്ടോ അത് നിൽക്കുക. ഇത് രണ്ടുകൊണ്ടും അല്ലാതെ കുറെ അതിന്റെ അപ്പുറത്തേക്ക് ആവശ്യമില്ലാത്തടത്ത് ജോലിയാവണ്ട, ആവശ്യമുള്ളത് മാത്രം എടുത്തോന്ന്.
പ്രത്യക്ഷത്തിലുള്ള കർമ്മങ്ങൾ അതിന് ഉദാഹരണമായി പറഞ്ഞ ബയാനായി പറയാമിൻ തഅല്ലുമി സ്വലാത്തി, നിസ്കാരത്തെ കുറിച്ച് പഠിക്കുക. ഒത്തഹാറത്തി, നിസ്കാരത്തിനുള്ള ശുദ്ധികളുണ്ട്, അത് പഠിക്കുക. വസ്സോമി, നോമ്പ്. അപ്പോൾ നോമ്പ് നോൽക്കണം ഫറലാണ്, ശുദ്ധി വരുത്തൽ ഫറലാണ്, നിസ്കരിക്കലും ഫറലാണ്. അപ്പോൾ ആ നിസ്കാരം എന്താണെന്നും ശുദ്ധി എന്താണെന്നും നോമ്പ് എന്താണ് പഠിക്കുക. ഇനി അതിന് വേണ്ട ഷർത്തും ഫറലും സുന്നത്തൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കുക. ഇതാണ് ഇപ്പൊ അനുബന്ധങ്ങളും ഫറലായ കാര്യവും പഠിക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമേ ജോലിയാവാവൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇനി പോവണ്ട. അപ്പൊ നിനക്ക് ഫറലായത് മാത്രം ഇനി എടുത്താൽ മതി. വഇന്നമൽ അഹമ്മു, മുഖ്യമായത്, അല്ലതി എങ്ങനത്തെ മുഖ്യം, അഹ്മലുഹു അതിനെ മുടക്കാക്കി ഒഴിവാക്കിയിട്ടിരിക്കുന്നു, അൽ കുല്ലു പൊതുവെ എല്ലാവരും, ആരും ശ്രദ്ധിക്കാതെ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒഴിവാക്കിയിട്ടതായിരിക്കുന്ന മുഖ്യമായ ഇൽമേത ഇൽമു സിഫാത്തിൽ ഖൽബി, മനുഷ്യ ഹൃദയത്തിന്റെ ഗുണങ്ങളെ പറ്റി അറിയണം. മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തെല്ലാമുണ്ട്, എന്താണ് മനുഷ്യന്റെ ഹൃദയം, അവിടെ എന്തെല്ലാം കുടികൊള്ളുന്നു, മനുഷ്യ ഹൃദയത്തിന് ശരീരവുമായി എന്താ ബന്ധം, ആഖിറത്തിന്റെ വിജയത്തിൽ എന്താ പങ്ക്, അവിടുത്തെ പരാജയത്തിനുള്ളതായിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെ, ഇത് ഖൽബിയ ഒരുപാട് സിഫത്തുകളുണ്ട്. അത്തരം സിഫത്തിനെ കുറിച്ച് അറിയാം. ഇതാരും അറിയുന്നില്ല, പഠിക്കുന്നുമില്ല. വമാ യുഹ്മദു മിന്ന വമാ യുദമ്മു, ആ ഗുണങ്ങളിൽ ഏതൊക്കെ വാഴ്ത്തപ്പെടാൻ പറ്റും, ഏതൊക്കെ ഇകഴ്ത്തപ്പെടാൻ പറ്റും, അതൊക്കെ അറിയണം. എന്തേലും കാരണം, ഇതില്ലാ യൻഫഖു ബശറുൻ അനി സിഫാത്തിൽ മദ്മൂമ, മനുഷ്യൻ പ്രവാചകർ ഒഴിച്ച് മഹ്ഫൂളായ ഔലിയാക്കളെ മാറ്റിയിരുത്താം. ഈ രണ്ട് വിഭാഗം ഒഴിച്ച് മൊത്തം മനുഷ്യർ ചീത്ത സ്വഭാവ ഗുണങ്ങളെ തൊട്ട് ഒരിക്കലും ഒരു മനുഷ്യന് ഒഴിവാവാൻ കഴിയില്ല. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ മോശമായത് പല ഗുണങ്ങളുമുണ്ട്. ഉദാഹരണമായി ചിലത് ഇവിടെ പറയാം. മിസ്ലുൽ ഹിർസ്, അലച്ച, എന്ത് കിട്ടിയാലും തികയില, അങ്ങനെ അലച്ച വെച്ചുകൊണ്ടിരിക്കുക, ഒരു ഉദാഹരണം. പിന്നെ വൽ ഹസദി, അസൂയ, അതും മനുഷ്യ ഹൃദയത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഒരു റിയായ്, ലോകമാന്യത, ഒൽ കിബ്ർ, അഹങ്കാരം, ഒൽ ഉജ്ബ്, ഉൾനടിനം, അതിന്റെ സഹോദരിമാർ, ഇതൊക്കെ മനുഷ്യന്മാരുടെ ഹൃദയം കുടികൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇത്തരം ഗുണങ്ങൾ മോശമായതാണ്, ഇതറിയണം, ഇവിടെ നീക്കം ചെയ്യണം എന്നാണ്. ജമിഅദാലിക, ഇവിടെ പറഞ്ഞത് മുഴുവനും മുഹിരിക്കാത്തുൻ, അത് മനുഷ്യനെ നാശമാക്കുന്നതാണ്. പിന്നെ ഇഹിമാലുക, ഇത്തരം ദുഷിച്ച ഗുണങ്ങളെ ഒഴിവാക്കുക, മുടക്കാക്കിയിടുക. വാജിബാത്തി, നിർബന്ധമായ കാര്യത്തിൽപ്പെട്ടതല്ലേ, അപ്പൊ അത് പഠിക്കണം, അറിയണം. എന്തോടുകൂടെ മാനൽ ഇസ്തിഖാല ബിൽ അഅമാലിൽ ലാഹിറത്തി, പ്രത്യക്ഷത്തിലുള്ള കർമ്മങ്ങൾ, അഥവാ നോമ്പ്, ശുദ്ധീകരണം, നിസ്കാരം, ഇങ്ങനെ പ്രത്യക്ഷ കർമ്മങ്ങളുമായി ജോലിയാവുക എന്നുള്ളത് തന്നെ യുലാഹി, അത് സാദൃശ്യമാകുന്നുണ്ട്. എന്തിനോട്? അൽ ഇസ്തിഖാല, ഒരു ജോലിയാവലിനോട്. എന്ത് ജോലി? ബിത്ലാഹിൽ ബദനി, ശരീരത്തിന്റെ പുറം ഭാഗം മിനുക്കി പൂശി ചികിത്സിക്കുക. അത്തരം കാര്യങ്ങളെ കൊണ്ട് ജോലിയാവുന്നതിനോട്, ലാഹിറായിരിക്കുന്ന അമലുകളെ കൊണ്ട് ജോലിയാവുന്നത് അങ്ങനെയാണ്. ഉള്ളിൽ നോക്കണില്ലല്ലോ, പുറം ഭാഗം മാത്രമല്ലേ ഉള്ളൂ. എപ്പോൾ ഈ ശരീരത്തിന്റെ പുറം ഭാഗത്തെ തടഞ്ഞ് റെഡിയാക്കി വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നത്, അത് രോഗമാണ്. ആ രോഗത്തിനുള്ള ചികിത്സ നടത്തുന്ന സംഗതിയാണ് അതിലായി. അപ്പൊ പൂശുക എന്നൊരർത്ഥമുണ്ട്. എപ്പോ ഇന്ദത്ത അതി, പ്രയാസപ്പെടുന്ന സമയത്ത്, എങ്ങനെ? ബിൽ ജിർബി, ചൊറി കൊണ്ട്, വദ്ദമാമിലെ, കുരുകൾ കൊണ്ട്. ഇത്തരം കാര്യങ്ങൾ ശരീരത്തിലുണ്ടാകുമ്പോ ആ ശരീരത്തിൽ ആകെ ഉണ്ടായ ചൊറിഞ്ഞ് മാന്തി അടങ്ങാറായി. അതുപോലെ കുരുക്കളെ കൊണ്ടും കുരുകൾ ഉണ്ടായിട്ട് അതുകൊണ്ടും വ്രണങ്ങളൊക്കെയായി. ഇങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്ത് അതിന്റെ ഉള്ളിലുള്ള കാരണം മനസ്സിലാക്കാതെ അതിന് ചികിത്സിക്കാതെ പുറം ഭാഗത്ത് കുഴമ്പോ ഓയിൽമെന്റോ പോലെ തേച്ച് ഉണക്കുക. അതുകൊണ്ട് ജോലിയാവൽ എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പൊ ഇതൊക്കെ. ഇത്തരം രോഗങ്ങൾ പറ്റ മാറണമെങ്കിൽ എന്ത് വേണം? വയറിളക്കി കളയണം, പിത്തം കപ്പൊക്കെ റെഡിയാക്കി കൊണ്ടുവരണം. അപ്പൊ ഇത്തരം ചൊറികളും അതുപോലെ തന്നെ ഇത്തരം കുരുകളും ഒക്കെ പോകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താ? വയറിളക്കുക, പിന്നെ രക്തം കുത്തിയെടുക്കുക, ചീഞ്ഞ രക്തമൊക്കെ. ഇത്യാദി കാര്യങ്ങളാണ് രോഗം ഉത്ഭവിക്കാൻ പറ്റുന്ന കേന്ദ്രത്തെ പുറത്തെടുക്കേണ്ടത്. അത്തരം പുറത്തെടുക്കുന്ന കാര്യങ്ങളെ കൊണ്ട് അശ്രദ്ധയായി. ഈ അശ്രദ്ധയാവുന്ന സമയത്തും ഇത്തരം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്തും
അവൻ ജോലിയായത് ഈ രോഗമുണ്ടാവാനുള്ള ഈ രോഗത്തിന്റെ ഉത്ഭവ കേന്ദ്രം എടുത്ത് പിഴുതെറിയാതെ അതുമായി ശ്രദ്ധിക്കാതെ പുറംഭാഗത്ത് ഓയിൽമെന്റോ കൊയമ്പോ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് മാറ്റുന്നൊരു പണിയുണ്ട്. അത് എളുപ്പപ്പണിയാണ്. അതുപോലെ സാദൃശ്യമായൊരു പണിയാണ് ഉള്ളിലേക്ക് ചിന്തിക്കാതെ പ്രത്യക്ഷ കർമ്മങ്ങളുമായി ജോലിയാകുന്നത്. അങ്ങനെ ആവലോടുകൂടെ തന്നെ പറയട്ടെ, മനസ്സിന്റെ അകത്തളത്തിൽ അടിഞ്ഞുകൂടിയ ദുഷിച്ചതായിരിക്കുന്ന ഈ ഗുണങ്ങൾ എടുത്തൊഴിവാക്കലും മാറ്റലും അനിവാര്യമായതാണ് എല്ലാവർക്കും. പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നുമില്ല. എന്നാ ഹശ്വിയത്തുൽ ഉലമാ എന്ന് എന്താണ് ഈ ഹശ്വിയത്തുൽ ഉലമാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അറിയോ? കാമ്പിലേക്ക് നോക്കാതെ, കാമ്പെന്താന്ന് മനസ്സിലാക്കാതെ വളരെ തൊലിയുമായി ബന്ധപ്പെടുക, തൊലിഭാഗം മാത്രം എടുക്കുക, ഉൾക്കാമ്പ് ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ കാര്യങ്ങളുടെ പുറംഭാഗം നോക്കുക, ഉൾഭാഗം ചിന്തിക്കുന്നില്ല. ഇങ്ങനെയുള്ള കുറച്ച് പണ്ഡിതന്മാരുണ്ട്. അവര് യുഷീറൂന, അവർ ചൂണ്ടിക്കാണിച്ചു തരുന്നു ബിൽ അഅ്മാലിൽ ലാഹിറത്തി, പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും ബോധ്യമാവുന്ന, കാണാൻ പറ്റുന്ന, പ്രകടമാവുന്ന ചില കർമ്മങ്ങളുണ്ട്. അത്തരം കർമ്മങ്ങളെ ഇത്തരം പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചു തരുന്നുള്ളൂ. ഏതുപോലെ ചോദിച്ചാൽ കമാ യുഷീറു തുർക്കിയ്യത്തു മിനൽ അതീബായി, ഡോക്ടർമാര് പല ഇനേനാണ്. ചില ആളുകൾ പരസ്യം ചെയ്തുകൊണ്ട് മരുന്ന് കൊണ്ടു കൊടുക്കും. ചില ആളുകൾ ഞാൻ വൈദികനാണ്, ഇന്ന മരുന്ന് ചെയ്യുന്നവരാണ്, തെണ്ടി വീട് വീടാന്ന് കയറും. ചില ആളുകൾ എന്തായി ഡോക്ടർ ഭാഗം പഠിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റോടുകൂടെ റൂം എടുത്ത് ചികിത്സിക്കും. അങ്ങനെ ഡോക്ടർമാര് പല രീതിയിലാണ്. എന്നാൽ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ വഴിയോരങ്ങളിൽ നിൽക്കുന്ന ചില ഡോക്ടർമാരുണ്ട്, ചികിത്സാരികളുണ്ട്. അവരെന്താ ചൂണ്ടുന്നത്? ബദനി, പുറംഭാഗം, ശരീരത്തിന്റെ പുറംഭാഗത്തെ മരുന്ന് പുരട്ടിക്കൊണ്ട് ഒരു ചൂണ്ടിക്കാണിക്കും. ഇന്ന വലിയ ചൊറിയല്ലേ, അതിന് മുറിയല്ലേ, അതിന് ശരീരത്തിന്റെ ഭാഗത്ത് ഇന്ന മരുന്ന് പറ്റിച്ചോളിയും ഇന്ന തേച്ചോളി പുറം ഭാഗം പൂശിക്കാണിച്ചു തരും. ഇങ്ങനെ പൂശിക്കാണിക്കൽ കൊണ്ട് ഈ വഴിയോരങ്ങളിൽ നിൽക്കുന്ന, പഠിച്ച് റെഡിയാവാത്ത, വിവരം കുറഞ്ഞതായിരിക്കുന്ന ചികിത്സാരികളായ ആളുകൾ ചൂണ്ടിക്കാണിച്ച് തരുന്നത് പോലെ ഉഹ്റവിയായ പണ്ഡിതന്മാരല്ലാത്ത ദുന്നവിയായിരിക്കുന്ന പണ്ഡിതന്മാര് ബാഹ്യമായിരിക്കുന്ന കുറെ കർമ്മങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരികയുള്ളൂ. ആത്മീയമായി ഉയരലുണ്ടാവൂല. അപ്പൊ ആത്മീയമായി ഉയരണം, അത്തരം ഇൽമുകൾക്കേ പ്രാധാന്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതാണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇത് ദുന്യവിയാരിക്കുന്ന പണ്ഡിതന്മാരെ അടയാളമാണെങ്കിൽ ഉലമാ ഉൽ ആഖിറത്തി, ഉഖ്റവിയായ പണ്ഡിതർ ലാ യുസിറൂന, അവർ ചൂണ്ടിക്കാണിക്കൂല ഇല്ലാ ബി തത്ഹീറിൽ ബാത്തിനി, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക എന്നതുകൊണ്ടല്ലാതെ പറയൂല. ഉഖ്റവിയായ പണ്ഡിതന്മാര് പറയും നിങ്ങൾ ഹൃദയം ശുദ്ധിയാക്കിയിട്ട് വരും, വേറെ പണിയില്ല, കർമ്മങ്ങൾ റെഡിയാവണമെങ്കിൽ ഹൃദയ ശുദ്ധി വേണം എന്നാണ്. പിന്നെ വഖതീമവാദി ശർറ്, നാശങ്ങളെല്ലാം വരുന്ന ഉത്ഭവ കേന്ദ്രങ്ങൾ എന്തൊക്കെയാണോ ആ കേന്ദ്രങ്ങൾ മുഴുവൻ മുറിച്ചു കളയണം, ഹൃദയശുദ്ധിയും വേണം. ഇതുകൊണ്ടാണ് ഉഹ്റവിയായിരിക്കുന്ന പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചു തരുക. അപ്പം മനസ്സ് ശുദ്ധീകരണം നടത്തുന്ന പണ്ഡിതന്മാരാണ് ഉഹ്റവിയായ പണ്ഡിതന്മാർ. അതാണ് ത്വരീഖത്ത്, അതാണ് ആത്മീയമായിരിക്കുന്ന ചികിത്സ, ആത്മീയ ചികിത്സകൾ നടത്തുന്നതൊക്കെയാണ് ആത്മീയ സദസ്സുകൾ. അതെങ്ങനെയാ? ബി ഇഫ്സാദി മനാബിത്തിഹ, ഈ ശർറും നാശങ്ങളും ഉത്ഭവിക്കുന്ന കേന്ദ്രം വിളയുന്ന സ്ഥലമുണ്ട്, അവിടെ വളം ഇട്ട് കൊടുക്കാതെ, വെള്ളം ചേർത്തി കൊടുക്കാതെ അതിനെ നാശാക്കണം. അങ്ങനെ നാശാക്കുമ്പോഴേ മുറിച്ച് കളയാൻ പറ്റുള്ളൂ. മഹാരിസിഹ മിനൽ കൽബി, ഹൃദയത്തിൽ നിന്ന് ഇത്തരം ദുഷിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ വിളയുന്ന സ്ഥലമുണ്ട്, മുളക്കുന്ന സ്ഥലം, വിളയുന്ന സ്ഥലം, അത് പിഴുതറിയണം, പരിച്ചറിയണം. ഇങ്ങനെ വരുമ്പോഴാണ് അതിന് ശുദ്ധീകരിക്കൽ നടക്കുകയുള്ളൂ, മുറിച്ചുകളെ നടക്കുകയുള്ളൂ. ഇതാണ് വേണ്ടത്. എന്നാൽ ഇവിടെ അധിക പണ്ഡിതന്മാരും അധിക ആളുകളും അവര് എവിടേക്ക് വേഗത്തിൽ പോയി? പ്രത്യക്ഷ കർമ്മങ്ങൾ എന്താണ് അതിലേക്കാണ് അവർ വേഗം പോയത്. എന്തിനേയും വിട്ട് തത്ഹീറുൽ ഖുലൂബി, ഹൃദയത്തെ ശുദ്ധീകരിക്കലിനെയും വിട്ട് നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലത്തെ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ ശുദ്ധീകരിക്കുന്നു. ഹൃദയ ശുദ്ധീകരണം പറയുന്നില്ല. അത് മാറ്റി പ്രത്യക്ഷ കർമ്മങ്ങളിലേക്കാണ് ഇവർക്ക് ചാഞ്ഞു പോയത്. എന്തേ അങ്ങനെ ചാഞ്ഞത്? ഹൃദയ ശുദ്ധീകരണത്തിലേക്ക് പോകാതെ ലിസുഹൂലത്തി ആഴ്മാൽ ജവാരിഹി,
കർമ്മങ്ങൾ അതായത് അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എളുപ്പമുണ്ട്. അപ്പൊ എളുപ്പമാർഗം എല്ലാവരും സ്വീകരിക്കുകയാണ്. ഈ സ്വീകരിക്കൽ അപകടമാണ് എന്നർത്ഥം. പിന്നെ ഹൃദയത്തിന്റെ കർമ്മങ്ങൾ നടത്തണമെങ്കിൽ പ്രയാസമുണ്ട്. അപ്പൊ എളുപ്പമായി സ്വീകരിക്കുകയാണ്. ഈ എളുപ്പമായി സ്വീകരിക്കൽ അപകടമാണ്. അപ്പൊ ഉള്ളും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഏത് പോലെയാണ് ഈ പണ്ഡിതന്മാർ പോയത്? കമാ യഫ്സോ ഇലാ തുലാഇൽ ലാഹിരി, ലാഹിറായിരിക്കുന്ന പുറംഭാഗത്ത് പൂശുന്ന മരുന്നുകളുണ്ടല്ലോ, അത്തരം പൂശിക്കാണിക്കുന്ന മരുന്നുകളിലേക്ക് ചാഞ്ഞതുപോലെ ആര്? മൻ ഒരുത്തൻ, അങ്ങനത്തെ ഒരുത്തൻ യസ്തസ്യഅബു, അയാൾ പ്രയാസമായി കാണുന്നു. എന്തിനെ? ഷുർബൽ അദ്വിയത്തിൽ മിറത്തി, കഴിപ്പുള്ള മരുന്ന് കുടിക്കലിനെ പ്രയാസമായി കാണും. അങ്ങനെ കയ്പുള്ള മരുന്ന് കുടിക്കാൻ പ്രയാസമാണ്, ആ മധുരമുള്ള മരുന്ന് ഞാൻ കുടിച്ച. ഇങ്ങനെ എളുപ്പമാർഗങ്ങൾ നോക്കും. പ്രയാസമുള്ള ചികിത്സക്ക് ഒഴിവാക്കൂലേ? അങ്ങനെ അത് ഒഴിവാക്കിയിട്ട് പുറം ഭാഗത്തേക്ക് മിനുസപ്പെടുത്താൻ പറ്റുന്ന മരുന്ന് എന്തൊക്കെയാണോ അതിലേക്കാണല്ലോ ഇത്തരം ആൾ പോകുന്നത് എന്നതുപോലെയാണ് ഉഹ്റവി അല്ലാത്ത പണ്ഡിതന്മാരെ പോക്ക്. അപ്പോൾ പുറം ഭാഗത്തുള്ള ചികിത്സാ സുഖം അതിലുള്ളതിൽ അവർ വളരെയധികം പ്രയാസം കാണുന്നു, അതിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. മവാദ്, ഇങ്ങനെ ഈ രോഗങ്ങൾ ഉത്ഭവിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, ആ കേന്ദ്രങ്ങൾ അവർ കൂടുതലാക്കി തരുന്നു, രോഗം മാറുന്നില്ല. അതുകൊണ്ട് രോഗങ്ങൾ ഇരട്ടിയാകും എന്നല്ലാതെ താൽക്കാലിക സുഖമുണ്ടാവും. രോഗം അവിടെ തന്നെ കിടക്കുന്നു. അപ്പൊ രോഗത്തിന് അറുത്ത് മുറിച്ച് മാറ്റേണ്ട സംഗതി എന്താണോ അത് പഠിച്ചുണ്ടാക്കണം. അത് പഠിച്ചുണ്ടാക്കി രോഗം മാറ്റിയെങ്കിലേ ശാരീരിക ആരോഗ്യം ഉണ്ടാവുള്ളൂ. എന്നതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഹ്യ കർമ്മങ്ങൾ ശരിയാവണമെന്നുണ്ടെങ്കിൽ, അതിന് ഫലവത്താവണമെന്നുണ്ടെങ്കിൽ ബാഹ്യമായി നന്നാക്കിയാൽ പോരാ, ഉള്ളുണ്ട് കൽബിന്റെ അകത്തൽ നന്നാക്കേണ്ടതുണ്ട്. അപ്പൊ ഹൃദയശുദ്ധിയോടുകൂടെ കർമ്മങ്ങൾ ശരിയാവുകയുള്ളൂ. ആ ഇൽമ അനിവാര്യമാണ്. അതാണ് വാഴ്ത്തപ്പെടുന്ന ഇൽമ് എന്നർത്ഥം.